അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് നസ്ലുമായി യുനാസിബ്, യോജിച്ചവ ചേർത്തെഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. 4 ഓപ്ഷൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹാദ അബി, ഹാദിഹി ഉമ്മി, ദാലിക ദീക്കുൻ, തിൽക്ക ദജാജത്ത്. അപ്പോൾ നമ്മൾ ഏതിനോടൊക്കെയാണ് മാച്ചാകുന്നത്, ആ മാച്ചായിട്ടുള്ളത് ഉത്തരമായിട്ട് ഇവിടെ എഴുതാം. മാ ദാലിക, അതെന്താണ്? ദാലിക ദീക്കുൻ, ഇതാണ് അതിൻ്റെ ഉത്തരം. മൻ ഹാദ, ഇതാരാണ്? ഹാദ അബി, ഇതെൻ്റെ ഉപ്പയാണ്. മൂന്നാമത്തത് മാ തിൽക്ക, അതെന്താണ്? തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴയാണ്. നാലാമത്തത് മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ്. ഇവിടെയൊക്കെ വരുന്നത് ആണിൻ്റെ കൂടെ ആണ് യോജിക്കണം, പെണ്ണിൻ്റെ കൂടെ പെണ്ണ് യോജിക്കണം. അതേപോലെ ദാലിക്ക, ദാറ്റിൻ്റെ മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതേ പദം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഉത്തരങ്ങളിൽ. തിൽക്കാൻ്റെ കൂടെ തിൽക്ക വരാം, ഹാദിഹിൻ്റെ കൂടെ ഹാദിഹി വരാം, ഹാദാൻ്റെ കൂടെ ഹാദ വരാം. ഈ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ ഈ ഉത്തരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എഴുതി തീർക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് രണ്ടാമത്തെ നോക്കാം. നുക്കമ്മിലു ബിൽ മുനാസിബ്, ഇവിടെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മുകളിൽ പറഞ്ഞതുപോലെ ഈ ഓപ്ഷൻസിൽ മുലാരി ആയ ഫെയിലുകളാണ് കൊടുത്തിട്ടുള്ളത്, വേർബ്സ് അല്ലേ. ഇപ്പം ഫെയിലുകളിൽ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. യദ്ഹബു എന്ന് പറഞ്ഞാൽ, അതായത് ഫെയിലിൻ്റെ തുടക്കത്തിൽ, മുലാരിയ ഫെയിലിൻ്റെ തുടക്കത്തിൽ യാ ആണെങ്കിൽ അത് അധികവും ബോയ്സിന് വേണ്ടിയിട്ട്, മെയിലിന് വേണ്ടിയിട്ട്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫെയിലിൻ്റെ തുടക്കത്തിൽ താ ആണ് യൂസ് ചെയ്തതെങ്കിൽ അത് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അതാണ് മെയിനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ചോദ്യത്തിലേക്ക് നോക്കാം. ഡേഷ് അൽ വലതു ഇലൽ മദ്രസ, കുട്ടി മദ്രസയിലേക്ക്, ആൺകുട്ടി മദ്രസയിലേക്ക്. യദ്ഹബു എന്നാണ് വേണ്ടത്, കാരണം ഇതാണ് പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫെയിൽ. ഇനി രണ്ടാമത്തത് അൽ ബിന്തു മിനൽ ഹൗലി, പെൺകുട്ടി ഹൗലിൽ നിന്ന് ഒതു എടുക്കുന്നു എന്നാണ്. അപ്പോൾ യതവല്ല ഊന്നാണോ തതവല്ല ഊന്നാണോ യൂസ് ചെയ്യാം? തതവല്ല ഊന്നാണോ യൂസ് ചെയ്യാം? ഇതാണ് ഇതിൻ്റെ ശരി ഉത്തരം. ഓക്കെ, കാരണം എന്താ? ഇതാണ് പെൺകുട്ടി ഒതു എടുക്കുന്നതെന്ന് അർത്ഥം കിട്ടുക. മൂന്നാമത്തത് ബാസിമിന് നിൽ ബൈത്തി, ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് വേണ്ടത്. യർജിഉ എന്നാണോ തർജിഉ എന്നാണോ? കാരണം ബാസിമ ആണാണല്ലോ, അപ്പോൾ ആണിനെ യർജിഉ എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ യർജിഉ എന്നാണ് അതിൻ്റെ ശരി ഉത്തരം. നാലാമത്തത് അൽ ഉമ്മു അൽ ബൈത്ത, ഉമ്മ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ യദ്ഖുലു എന്നാണോ തദ്ഖുലു എന്നാണോ? രണ്ടും പ്രവേശിക്കുന്നത് തന്നെയാണ് അർത്ഥം ഉണ്ടാവുക, പക്ഷേ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന വാക്ക് തദ്ഖുലു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അത് മനസ്സിലായില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനത് ക്ലിയർ ചെയ്തു തരും കേട്ടോ. മൂന്നാമത്തത് നഖ്താറു വനുക്കമ്മിലു, ഇത് മുകളിൽ പറഞ്ഞതുപോലെ ഓപ്ഷൻസിൽ നിന്ന് ശരിയായത് സെലക്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ചോദ്യം യാ സാലിം, സാലിമേ സദീഖി ഡേഷ് എൻ്റെ കൂട്ടുകാരനാണ്, അതായത് നീ എൻ്റെ കൂട്ടുകാരനാണ് എന്നാണ് വേണ്ടത്. അപ്പോൾ നീ എന്നുള്ളതിൻ്റെ അറബി വാക്കാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നീ എന്നുള്ള ആണിനും പെണ്ണിനും വേറെ വേറെയാണ് ഉപയോഗിക്കുക. അൻത എന്നുള്ളത് ആണിന് വേണ്ടിയിട്ടും അൻതി എന്നുള്ളത് പെണ്ണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. രണ്ടിൻ്റെ അർത്ഥം എന്താണ്? നീ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാലിം ആണായതുകൊണ്ട് നമ്മൾ അൻതയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തത് യാ ഫാത്തിമ, ഫാത്തിമ നീ വിജയിച്ചവളാണ്, വിജയിക്കുന്നവളാണ്. അപ്പോൾ അൻതിയാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം ഇതാണ് പെണ്ണ്. മൂന്നാമത്തത് ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി, ഇസ്ലാം എൻ്റെ മതമാണ്. അപ്പോൾ ഡാഷ് മുസ്ലിം, ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഹുമാന്നുണ്ട് അനാന്നുണ്ട്. ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ എന്നാണ് അർത്ഥം, അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പദമാണ്, ഏകവചനം. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഹുമ എന്ന് പറഞ്ഞാൽ ഈ വാക്ക്, ഹുമ എന്ന് പറഞ്ഞ വാക്ക് അതൊരു ലമീറാണല്ലോ അല്ലേ, അത് 2 പേർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളതാണ്, അത് ഒരാൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? അന എന്നാണ് ശരി ഉത്തരം. അപ്പോൾ അന മുസ്ലിം എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. 4 അൽ മുസ്ലിമൂന ഡേഷ് യദ്ഹബുനൽ മക്ക, മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ അവർ എന്ന് വേണം, അൽ മുസ്ലിമൂൻ മുസ്ലിങ്ങൾ അവർ എന്ന് വേണം അല്ലേ. ഹുവ എന്ന് പറഞ്ഞാൽ അവനെന്നാണ്, ഹും എന്ന് പറഞ്ഞാൽ അവരെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. യാ ഇബിൻ യാ ബിൻത്, മോനെ മോളെ, മകനെ മകളെ, 2 പേരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 പേർക്ക് ഏതാണ് യൂസ് ചെയ്യുക? ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, ഒരാൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാക്കാണ്. അൻതുമ നിങ്ങൾ 2 പേർ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നത്. 6ാമത്തത് യാ അബനാ, മക്കളെ.
ആൺകുട്ടികളെ. ആ ആൺകുട്ടികളെ എന്ന് നമ്മൾ ആൺമക്കളെ എന്ന് പറയുമല്ലോ. അപ്പോൾ അതിന് അറബിയിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് യാ അബ്ന എന്നുള്ളത്. അപ്പോൾ അതിന് അൻത നീന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരാ, അൻതും നിങ്ങൾ എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരി ഉത്തരം. ഇനി അടുത്ത ഭാഗത്ത് ജം എഴുതാനുള്ളതാണ്. യക്തുബുൽ ജം എഴുതാം. ജം എന്ന് പറഞ്ഞാൽ പ്ലൂരൽ, ബഹുവചനം എഴുതാം. ഒന്ന് കലമിൻ്റെ ബഹുവചനം എന്താണ്? പേജ് നമ്പർ 15 നമ്മൾ മുഫ്രദും ജമ്മും ഒക്കെ പഠിക്കുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കലമിൻ്റെ ബഹുവചനം നോക്കെന്താ? അക്ലാം എന്നാണ്. കലമുൻ അക്ലാമുൻ. അപ്പോൾ കലമിൻ്റെ ബഹുവചനം അക്ലാമുൻ എന്നാണ്. അക്ലാം എന്നാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തത് താലിബിൻ്റെ ബഹുവചനം നോക്കാം നമുക്ക്. താലിബ് എന്ന് പറഞ്ഞാൽ തുല്ലാബ് എന്നാണ്. തുല്ലാബ് എന്നാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തത് താലിബത്തിൻ്റെ ബഹുവചനം നോക്കാം. താലിബാത്ത്. താലിബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റാണ്, താലിബത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റാണ്. പക്ഷേങ്കിൽ താലിബ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പറയുന്നതാണ്, താലിബത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതാണ് അവിടെയുള്ള ഡിഫറൻറ്റ്. നാലാമത്തെ ചോദ്യം എന്താ? സൂറത്ത്, ചിത്രം. അപ്പോൾ അതിൻ്റെ ജമ്മ എന്താ? സുവർ എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്ന് പറയുമ്പോൾ അവർ ഹുന്ന എന്നാണ് വേണ്ടത്. അതിൻ്റെ ജമ്മ ഹുന്ന എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? നമ്മൾ എന്നാണ് അല്ലേ, നമ്മൾ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്? അന നെഹ്നു ആണ്. ഇപ്പോൾ നെഹ്നു ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ഓക്കെ. ഇനി അടുത്തത് ഉത്തരങ്ങൾ എഴുതാനാണ്. നുജീബ്, ഉത്തരങ്ങൾ എഴുതാം. മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. അപ്പം അതിൻ്റെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നത്. മസ്മുക്ക വന്നാൽ ഇസ്മീ എന്ന് എഴുതി കൊടുത്തിട്ട് നമ്മളെ പേര് എഴുതി കൊടുത്താൽ മതി. ഇസ്മി എന്ന് പറയുക, എൻ്റെ പേര് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വേണ്ടേ? ഇസ്മി ഫാത്തിമ അല്ലെങ്കിൽ ഇസ്മി മുഹമ്മദ് എന്താണ് നമ്മുടെ പേര്, അതിവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് മാതാ ഫിയദിക്ക, നിൻ്റെ കയ്യിൽ എന്താണ്? ഫിയദി കിതാബി, ഫിയദി എന്ന് എഴുതി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് എഴുതി കൊടുക്കണം. ഇവിടെ കിതാബി എന്നാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിതാബി മാറ്റിയിട്ട് പിന്നെ കലമീന്നോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഹക്കീബത്തീന്നോ സുന്ദൂഖീന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൻ്റെ പേര് എഴുതി കൊടുക്കും. ഇനി അതിനെ നിൻ്റെ മദ്രസ എവിടെയാണ്? അപ്പോൾ ഇവിടെ ഉത്തരം ഇതിലുള്ളത് പോലെ എഴുതാം. ഇതിൽ വേറെ ഏതാണെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷെ എന്ത് വേണം? ഫസ്റ്റ് മദ്രസത്തി ഫീ എന്ന് വേണം. മദ്രസത്ത് ഫീ കണ്ണൂർ, മദ്രസത്ത് ഫീ തലശ്ശേരി, മദ്രസത്ത് ഫീ കോഴിക്കോട്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൻ്റെ പേര് എഴുതിയാൽ മതി. ഫീ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ്റെ പേര് എഴുതി കൊടുത്താൽ മതി. മദ്രസത്തി എൻ്റെ മദ്രസ, ഫീ തലശ്ശേരിയിലാണ്, അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം എന്താ? ഹൽ ഇൻദക ദർറാജ. ഹല്ല് വന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹല്ല് എന്നുള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യന് ആണ്. ഇപ്പോൾ യെസ് അല്ലെങ്കിൽ നോ ഏതെങ്കിലും ഒരു ഉത്തരമായിരിക്കും അതിന് വരേണ്ടി വരാം. അപ്പോൾ യെസ്സിന് നഅം എന്ന് പറയും, നോക്ക് ലാ എന്ന് പറയും. കണ്ടോ അവിടെ നഅം അല്ലെങ്കിൽ ലാ ലൈസ. ഓക്കെ. അപ്പോൾ നോക്കാം. ഹൽ ഇൻദക ദർറാജ, നിൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ട് എന്നാണെങ്കിൽ യെസ് കൊടുക്കാം, നഅം ഇൻദി ദർറാജ. ഇല്ലെങ്കിൽ ലാ ലൈസ ഇൻദി ദർറാജ. അതിന് ഉത്തരം എങ്ങനെയാണുള്ളത്? ഇതവിടെ ഹൽ ഇൻദക ദർറാജ, ലാ ലൈസ ഇൻദി ദർറാജ. ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ലൈസ മാറ്റിയിട്ട് നാം കൊടുക്കാം, നഅം ഇൻദി ദർറാജ. രണ്ട് രീതിയിലും നമുക്ക് എന്താക്കാം, എഴുതാം. ഇനി കൈഫ ഹാലുക്ക്, നിനക്ക് സുഖമാണോ? ഹൗ ആർ യു? ഐ എം ഫൈൻ എന്ന് പറയുന്നത് പോലെ സൈൻ അൽഹംദുലില്ലാ അന ബിഖൈർ എന്ത് വേണമെങ്കിലും എഴുതാം. അൽഹംദുലില്ലാ അന ബിഖൈർ എന്ന് എഴുതാം, സൈൻ അൽഹംദുലില്ലാ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് പിന്നെ എഴുതാൻ സുഖമുള്ളത് ആ കാര്യം എഴുതാം. ഇനി അടുത്തത് ചോദ്യം ഉണ്ടാക്കാനാണ്. എല്ലാ പരീക്ഷയ്ക്കും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ചോദ്യം ഉണ്ടാക്കൽ. നുൻഷിഉ സുആല, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ഉത്തരങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. യഖ്റഉ സാലിമുൽ ഖുർആന, സാലിമ് ഖുർആൻ ഓതുന്നു. നമുക്കതൊന്ന് എഴുതി നോക്കാം അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന്. ഇപ്പോൾ സാലിമ് ഖുർആൻ ഓതുന്നു. അപ്പോൾ ആരാണ് ഖുർആൻ ഓതുന്നത്? അങ്ങനെ അതാണ് ചോദ്യം. ആരാണ് ഖുർആൻ ഓതുന്നത്? അപ്പം ആരാണ്? മന്നത മൻ യഖ്റഉ അൽ ഖുർആന, മൻ യഖ്റഉ അൽ ഖുർആന. ഇതാണ് അതിൻ്റെ ചോദ്യം. അപ്പോൾ യഖ്റഉൽ സാലിമുൽ ഖുർആൻ, സാലിം ഖുർആൻ ഓതുന്നു. അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് എഴുതേണ്ടത്? മൻ യഖ്റഉൽ ഖുർആന. ഇതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്, ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. രണ്ടാമത്തത് എന്താ? ലാ ലൈസ ഇൻദി ജവ്വാലുൻ, ലാ ലൈസ ഇൻദി ജവ്വാലുൻ, ലാ ലൈസ ഇൻദി ജവ്വാലുൻ. എൻ്റെ അടുത്ത്
മൊബൈൽ ഫോണില്ല. അപ്പോൾ എന്താ ചോദിക്കണ്ടേ? നിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ അങ്ങനെ എഴുതാം. ഇവിടെ എഴുതി നോക്കാം. ഹൽ എന്ന് വരണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഹൽ എന്ന് വരണം. ഹൽ ഇന്ത്യ എന്നാണല്ലോ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്. അപ്പോൾ നിൻ്റെ അടുത്ത് എന്ന് നമ്മൾ ചോദിക്കണം. നിൻ്റെ അടുത്തുണ്ടോ? ഹൽ ഇന്ദക, ഹൽ ഇന്ദക ജവ്വാലുൻ. ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഹൽ ഇന്ദക ജവ്വാലുൻ. ഇങ്ങനെ എന്താക്കിയാൽ മതി, എഴുതി കിടത്താൽ മതി. അപ്പോൾ അത് രണ്ടിന് കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് നോക്കാം. 7ാമത്തത് നഉദ്ദുൽ അഷിയാ വ നക്തുബുഹാ ബിൽ ഹുറൂഫ്. അപ്പോൾ ഇവിടെ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്, പേന കൊടുത്തിട്ടുണ്ട്. ഈ പേനയുടെ എണ്ണി നോക്കാം, എത്ര പേനകളുണ്ട് എന്ന് എണ്ണി നോക്കാം. ആ എണ്ണ എന്താക്കാം, ഇവിടെ അറബിയിൽ എഴുതി കൊടുക്കുക. അത് പഠിക്കുന്നത് നമ്മൾ 6ാമത്തെ പേജിൽ ആണ് നമ്മളത് പഠിക്കുന്നത്. അതായത് 1ാമത്തെ പാഠത്തിലാണ് നമ്മൾ എണ്ണത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എണ്ണങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കാം. അതേ വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ക്വസ്റ്റ്യൻ പാഠത്തിലും വന്നിട്ടുണ്ട്, കിതാബിലും വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നോക്കാം. വാഹിദ് ഇസ്നാനി സലാസ. അപ്പോൾ സലാസ എങ്ങനെ എഴുതാം? സലാസ ഇതേപോലെ എഴുതാം. കണ്ടോ? സലാസ. നോക്കാം എത്ര എണ്ണാണ്? 2ാമത്തത് 1 2 3 4 5 6 7 8. അപ്പോൾ 8 എണ്ണാണ്. 8 അറബിയിൽ നമ്മൾ പറയാം സമാനിയ എന്ന് പറയും. സമാനിയ എങ്ങനെ എഴുതാം? സമാനിയ സമാനിയ. ഇതാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ അർബ. അർബ എന്നാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അർബ എന്ന് അങ്ങനെ എഴുതാം. ഇവിടെ ഇങ്ങനെ എഴുതും അല്ലേ? അർബ. ഇതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി തിസ്അയാണ്. വാഹിദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബഅ സമാനിയ തിസ്അ. ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കാം. തിസ്അന്ന് ഇതേപോലെ എഴുതി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ അർബ ഖംസ സിത്ത സബഅ. സബഅയാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. സബഅ. അപ്പോൾ സബഅ എങ്ങനെയാണ്? ഇതേപോലെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാണ് തൗഫീഖ് നമുക്ക് നൽകട്ടെ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷ വരുന്നതുവരെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.